ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. പുതുവർഷത്തിലെ ആദ്യ വാരാന്ത്യത്തിൽ വിപണികളിൽ ശുഭാന്ത്യം. സെൻസെക്സ് 179 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,700 മുകളിൽ. യുഎസിൽ നിന്ന് പുറത്തുവരുന്ന സൂചകങ്ങളും യൂറോ സോൺ പണപ്പെരുപ്പ കണക്കുകളും ഉറ്റുനോക്കി നിക്ഷേപകർ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 1 പൈസ ഉയർന്ന് 83 രൂപ 23 പൈസയായി. സുയസ് പ്രതിസന്ധിയിൽ കയറ്റുമതിക്കാർക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യ. ഉയർന്ന ഷിപ്പിംഗ് ചെലവ് നേരിടാൻ സബ്സിഡി നൽകിയേക്കും. ചെങ്കടൽ പാതയിലൂടെയുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം യൂറോപ്പിലേക്കുള്ള കാർഷിക കയറ്റുമതിക്ക് തിരിച്ചടിയായേക്കുമെന്ന ആശങ്ക. ഗൗതം അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ബ്ലൂംബർഗ് സമ്പന്ന പട്ടികയിൽ മുകേഷ് അംബാനിയെ മറികടന്നു. സുപ്രീം കോടതിയുടെ അനുകൂല വിധിയെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് ഗൗതം അദാനിയുടെ ആസ്തിയിൽ 63,000 കോടിയുടെ വർധന. ബ്ലൂംബർഗ് റിയൽ ടൈം ആഗോള ശതകോടീശ്വര പട്ടികയിൽ അദാനി 12ാം സ്ഥാനത്ത്. ഇന്ന് സമ്മിശ്ര പ്രകടനം നടത്തി അദാനി ഗ്രൂപ്പ് ഓഹരികൾ. വിദേശ ഇ സിമ്മുകൾ മാറ്റാൻ ഗൂഗിളിനോടും ആപ്പിളിനോടും ആവശ്യപ്പെട്ട് ടെലികോം വകുപ്പ്. നടപടി അനുമതിയില്ലാതെ വിദേശ കമ്പനികൾ സിം കാർഡ് വിൽക്കുന്നെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദേശ ഇ സിം ആപ്പുകളായ ഹോളാപ്ലായും എയ്റോലായും നീക്കം ചെയ്ത് ഗൂഗിൾ. വിവാഹ സീസണായിട്ടും സ്വർണത്തിന്റെ ഡിമാൻഡിൽ കുറവ്. സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡ് 25% കുറഞ്ഞു. 14 മുതൽ 18 ക്യാരറ്റ് വരെയുള്ള സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡിമാൻഡ് കൂടിയെന്നും ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ വില കൂടിയത് തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. വിപണിയിൽ നിന്ന് ഇന്ന് നല്ല വാർത്തകളാണ് വന്നത്. കാരണം ദലാൽ സ്ട്രീറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഡിസംബറിൽ കൂടിയെന്ന റിപ്പോർട്ട് വന്നു. അതേപോലെ തന്നെ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ എന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം മൈക്രോ ക്യാപ്, അതായത് ഏറ്റവും ചെറിയ ഓഹരികൾ എന്ന നിലയിൽ കണക്കാക്കപ്പെട്ടിരുന്ന 7 കമ്പനികളുടെ ഓഹരികളാണ് സ്മോൾ ക്യാപ്പിനെയും മറികടന്ന് മിഡ് ക്യാപ്പിലേക്ക് മാറിയത്. എന്തായാലും വിപണി വളർച്ചയിൽ തന്നെയാണ്. സെൻസെക്സ് ഇന്ന് 72,000 തൊട്ട ദിവസം കൂടിയാണ്. എന്നാൽ നമുക്ക് ഇന്നത്തെ വിപണിയിലെ ആ വിശേഷങ്ങൾ അല്ലെങ്കിൽ വിപണിയിൽ എങ്ങനെയായിരുന്നു ഇന്ന് ഓഹരി വിപണികൾ എന്ന് നോക്കാം. ആദ്യം നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് 21,710 ആണ്. 52 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. അതേസമയം രാവിലെ ഒരു ഉയർച്ച കാണിച്ച ബാങ്ക് നിഫ്റ്റിയും ഫൈനാൻഷ്യൽ സർവീസസ് നിഫ്റ്റിയും ഇന്ന് കുറഞ്ഞാണ് ക്ലോസിംഗിലേക്ക് വന്നിരിക്കുന്നത്. 48,859 നിഫ്റ്റി ബാങ്ക് ക്ലോസിംഗ്. അതേപോലെ തന്നെ 21,514 നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ക്ലോസിംഗ്. പക്ഷേ റിലയബിൾ ആയിട്ടുള്ളതാണ് ഈ 2 സെക്ടറുകളിലെയും ഓഹരികളെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി ബോംബെ ഓഹരി വിപണിയിലേക്ക് വന്നാൽ BSE ഇന്ന് 72,000 മുകളിലാണ് ക്ലോസ് ചെയ്തത്. പുതുവർഷത്തിലെ ആദ്യ വാരാന്ത്യത്തിൽ തന്നെ നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ ശുഭസൂചനകൾ നൽകിക്കൊണ്ട് 72,026 ക്ലോസിംഗ്. 178 പോയിന്റ് ഉയർന്നാണ് ഇന്ന് സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ US ഡോളർ INR നിരക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപ കരുത്താർജിക്കുന്നുവെന്ന റിപ്പോർട്ട് കൂടി വന്ന ദിവസമാണ്. ഇനി അടുത്ത വർഷം ഡോളറിനെതിരെ രൂപ വീണ്ടും കരുത്താർജിക്കുമെന്ന ആ ഒരു കണക്കുകൂട്ടലും റിപ്പോർട്ടും വന്ന ദിവസം തന്നെ ഡോളറിന് എതിരെ രൂപയുടെ മൂല്യം 83.15 ആണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥിയിലേക്ക് പോകാം. ഈ വാരാന്ത്യത്തിൽ എങ്ങനെയാണ് ഓഹരി വിപണിയുടെ പെർഫോമൻസ് എന്ന് പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS നമ്മോട് സംസാരിക്കുന്നതാണ്. ശ്രീ പോൾ തോമസ്, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ച ഒരു ആഴ്ച. വിപണിയിൽ 2 ദിവസം തുടർച്ചയായ നഷ്ടമുണ്ടായി. എന്നാൽ അതിനുശേഷം ആ കറക്ഷനിൽ നിന്ന് മാറി വിപണി ഒരു മുന്നേറ്റം കാണിച്ചു. ബാങ്കിങ്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ, IT ഓഹരികൾ, മീഡിയ ഓഹരികളൊക്കെ നല്ല മുന്നേറ്റത്തിലായിരുന്നു. മാത്രവുമല്ല, വളരെ അവിചാരിതമായി ഈ ആഴ്ച ഗൗതം അദാനി ഏഷ്യയിലെ നമ്പർ 1 ശതകോടീശ്വരനാകുകയും ചെയ്തു, അംബാനിയെ പിന്തള്ളിക്കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ ഒരു മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അടുത്ത വാരം എങ്ങനെയായിരിക്കും? ഈ ആഴ്ച ആദ്യത്തെ 3 ദിവസം മാർക്കറ്റ് താഴെയായിരുന്നെങ്കിലും ഇന്നലെയും ഇന്നുമായിട്ട് മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാൻ കാലത്ത് പറഞ്ഞ പോലെ മാർക്കറ്റ് ഇന്ന് റേഞ്ച് ബൗണ്ടായിട്ട് തന്നെയാണ് മാർക്കറ്റ് നിന്നത്. മുകളിലേക്ക് ആദ്യത്തെ 1 മണിക്കൂർ മുകളിൽ തന്നെയായിരുന്നു. 21,750 ലെവലിൽ നിന്നിട്ട് പിന്നീട് പതുക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. അങ്ങനെ മാർക്കറ്റ് ഉച്ച കഴിഞ്ഞതിന് ശേഷം 28 വീണ്ടും താണ് 17,629 വരെ താഴ്ന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് 2:30 ശേഷം റിക്കവർ ചെയ്ത് 52 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റി 21,710 ക്ലോസ് ചെയ്തത്. അതായത് ഇന്നത്തെ ക്ലോസിംഗെ വെച്ച് നോക്കുമ്പോൾ അടുത്ത ആഴ്ച ആയാലും മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെ ആയിരിക്കും
നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതായത് 21,300-നും 21,900-നും ഇടയിലുള്ള ഒരു മൂവ്മെന്റ് തന്നെയായിരിക്കും അടുത്ത ആഴ്ച. എന്നാൽ അടുത്ത ആഴ്ചയുടെ പ്രത്യേകത നമ്മുടെ ക്വാർട്ടറിലെ റിസൾട്ടുകൾ, കമ്പനികളുടെ മൂന്നാം പാദത്തിന്റെ റിസൾട്ടുകൾ വരുന്ന ആഴ്ചയാണ്. പ്രധാനപ്പെട്ട കമ്പനികൾ മറ്റേ IT-യിലും മറ്റ് കമ്പനികൾ ആദ്യത്തെ ഒരു 15 ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളുടെയും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ട് മൂവ്മെന്റുകൾ അടുത്ത ആഴ്ച നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാം. നല്ല ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് മുന്നോട്ട് പോകും. അല്ല, പ്രതീക്ഷിച്ചതുപോലത്തെയുള്ള റിസൾട്ട് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ ഒരു ഈ പറഞ്ഞ റേഞ്ചിനുള്ളിൽ തന്നെ അടുത്ത ആഴ്ച മാർക്കറ്റ് നിൽക്കുവാനാണ് സാധ്യത. എന്നാൽ മറ്റൊരു പ്രധാന പ്രത്യേകത, ഇന്ത്യയില് ഗുജറാത്തില് ഒരു വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ട് ജനുവരി 10 തൊട്ട് 12 വരെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് 7-ാം തീയതി 8-ാം തീയതി ആയിട്ട് നടക്കുന്നുണ്ട്. ഇതിലെല്ലാം വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ഗുജറാത്തിലെ 3 ലക്ഷം കോടിയും തമിഴ്നാട്ടിൽ 2 ലക്ഷം കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ നന്ദി ശ്രീ പോൾ തോമസ്. എന്തായാലും മൂന്നാം പാദ ഫലങ്ങളുടെ സീസൺ വരാൻ പോവുകയാണ്. ഇന്നിനി അമേരിക്കയിൽ നിന്നുള്ള തൊഴിൽ ഡേറ്റ വരാനുണ്ട്, യൂറോ സോണിലെ പണപ്പെരുപ്പ നിരക്ക് വരാനുണ്ട്, ഇടക്കാല ബജറ്റുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ ഉണ്ടാകും. ഇതൊക്കെ വരുന്ന ആഴ്ച ഓഹരി വിപണിയെ ബാധിക്കും. എന്തായാലും നാളെയും മറ്റന്നാളും മാർക്കറ്റ് വ്യൂ ഇല്ല. തിങ്കളാഴ്ച രാവിലെ 9:30 വീണ്ടും കാണാം മാർക്കറ്റ് വ്യൂ. ടിൽ ദെൻ സ്റ്റേ സേഫ്. 24-നോട് മനസ്സ് തുറന്ന് കെ മുരളീധരൻ. കാണാം ആൻസർ പ്ലീസ് ദീപക് ധർമ്മടത്തോടൊപ്പം. നമസ്കാരം.